ഹലോ, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ കാരദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാര ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 5-6 ചെറിയ ഉള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 4-5 വറ്റൽമുളക്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് ഇത് നല്ല പോലെ വെള്ളമൊന്നും ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ചട്നി, കാര ചട്നി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇതിൽ നിന്ന് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ഈ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ എണ്ണയിൽ വഴറ്റിയിട്ട് പിന്നെ അത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് നേരെ തിരിച്ചാണ്. ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ദോശമാവ് ഉണ്ടല്ലോ, ഇഡ്ഡലി ദോശമാവ്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ദോശ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ ദോശ ഇവിടെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മേൽഭാഗം ഒന്ന് ആറി വരണം. ആ സമയത്ത് വേണം നമ്മുടെ ഈ കാര ചട്നി അതിന് മുകളിലായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഇതാ ദോശയുടെ മുകൾ ഭാഗം നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ചട്നി ഒന്ന് ഇതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ ഇതാ എല്ലാ ഭാഗത്തായിട്ട് ഈ നമ്മുടെ ചട്നി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഗീയിലൊന്ന് അതൊന്ന് മുരിഞ്ഞു വരണം. അപ്പോൾ ഇതാ എൻ്റെ ദോശ ഇവിടെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കൂടുതൽ വെച്ചാൽ അത് കരിഞ്ഞു പോകും. അപ്പം നമുക്കത് കല്ലിൽ നിന്നും എടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ ഈ ദോശ ഞാൻ ഈ കല്ലിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിന്ന് ഈ കാരദോശയുടെ കൂടെ ചട്നിയും സാമ്പാറും പിന്നെ തലേന്ന് രാത്രിയിലെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട്, അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ ഒരു ആവശ്യമില്ല. നമുക്ക് ആ ദോശ അങ്ങനെ അങ്ങ് വെറുങ്ങനെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.